ബ്രാം സ്റ്റോക്കറുടെ വിഖ്യാത നോവൽ ഡ്രാക്കുളയെപ്പറ്റി കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. 1897 പുറത്തിറങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ വായനക്കാരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരസാമാന്യ സൃഷ്ടിയാണ് ഡ്രാക്കുള. നോവലിലെ കഥാപാത്രം ഒരു ഭാവനാ സൃഷ്ടിയാണെങ്കിലും യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ബ്രാം സ്റ്റോക്കർ ഡ്രാക്കുളയെ സൃഷ്ടിച്ചത്. 1430 ഇന്നത്തെ റൊമാനിയ ഉൾപ്പെടെയുള്ള വലാക്കിയ ദേശം. അവിടുത്തെ രാജാവായ വ്ലാഡ് മൂന്നാമന്റെ മകനാണ് പ്രസ്തുത കഥയിലെ മുഖ്യ കഥാപാത്രം ഡ്രാക്കുള. പിതാവിന്റെ സ്ഥാനപ്പേരായ ഓർഡർ ഓഫ് ഡ്രാഗൺ, ഡ്രാക്കുൾ എന്നിവ പരിണമിച്ച് ഡ്രാക്കുളയായി മാറി. തന്റെ നാടിന്റെ സ്ഥിരം ശത്രുക്കളായിരുന്ന ഓട്ടോമൻ പടയുമായി പിതാവും സൈന്യവും നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്നു. ഈ കലുഷിത സാഹചര്യം കണ്ടുകൊണ്ടാണ് ഡ്രാക്കുള അഥവാ വ്ലാഡ് മൂന്നാമൻ വളർന്നത്. ഒടുവിൽ വ്ലാഡ് രണ്ടാമൻ രാജാവും 2 ആൺമക്കളും ഓട്ടോമൻ സേനയുടെ തടവിലായി. പിതാവിനെ പിന്നീട് വിട്ടയച്ചെങ്കിലും വ്ലാഡ് മൂന്നാമനും സഹോദരനും തടവിൽ തന്നെ തുടർന്നു. മക്കൾ തങ്ങളുടെ തടവിൽ ഉള്ളിടത്തോളം കാലം വ്ലാഡ് രണ്ടാമൻ തങ്ങൾക്കെതിരെ പട നയിക്കില്ലെന്ന് ഓട്ടോമൻ സുൽത്താന് ഉറപ്പായി. ഒടുവിൽ 1447 ഹംഗേറിയൻ സേനയുമായുള്ള ഒരു യുദ്ധത്തിൽ വ്ലാഡ് രണ്ടാമൻ കൊല്ലപ്പെട്ടു. മൂത്ത സഹോദരൻ വളരെ ക്രൂരമായ വിചാരണക്കൊടുവിൽ വധിക്കപ്പെട്ടു. പിതാവിന്റെ വിയോഗം വ്ലാഡ് മൂന്നാമനെ സ്വതന്ത്രനാക്കി. കുടുംബവും അധികാരവുമെല്ലാം നഷ്ടപ്പെട്ട ഇയാൾ ഇനി തങ്ങൾക്കെതിരെ പടപൊരുതില്ലെന്ന് ഓട്ടോമൻ സുൽത്താൻ കരുതി. പക്ഷേ വ്ലാഡ് മൂന്നാമൻ അപ്പോഴേക്കും മറ്റൊരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു. തടവറയിൽ നേരിട്ട ക്രൂരതയും കുടുംബത്തിന്റെ വിയോഗവുമെല്ലാം അയാളെ ഒരു ക്രൂരനാക്കി മാറ്റി. ജന്മനാട്ടിൽ തിരിച്ചെത്തിയ അയാൾ ഹംഗേറിയൻ സേന പ്രതിഷ്ഠിച്ച രാജാവിനെ വധിച്ചുകൊണ്ടായിരുന്നു തന്റെ വരവറിയിച്ചത്. 1456 രാജാവായി അധികാരമേറ്റ വ്ലാഡ് മൂന്നാമൻ തന്റെ ഭരണം ആരംഭിച്ചു. ശത്രുക്കളോട് യാതൊരുവിധ ദയയും അയാൾ കാണിച്ചില്ല. പ്രായഭേദമന്യേ തന്റെ ശത്രുക്കളെ അയാൾ കൊന്നുതള്ളി. കാലക്രമേണ വലാക്കിയയുടെ സൈന്യത്തെയും അയാൾ ശക്തിപ്പെടുത്തി. ഏകദേശം 25,000 പേരെ കൊന്ന് ശരീരദ്വാരങ്ങളിലൂടെ കമ്പി കയറ്റി രാജ്യാതിർത്തിയിൽ പ്രദർശിപ്പിച്ചു. വലാക്കിയെ ആക്രമിക്കാനെത്തിയ ഓട്ടോമൻ പട ഈ കാഴ്ച കണ്ട് അമ്പരന്നു. ഇത്തരം വിചിത്രമായ ശിക്ഷാരീതികൾ അയാളുടെ പേരിനെ ഊട്ടിയുറപ്പിച്ചു. സൺ ഓഫ് ഡെവിൾ അഥവാ ഡ്രാക്കുള. റൊമേനിയൻ ഭാഷയിൽ ഡ്രാക്കുള എന്ന വാക്കിന് ഇങ്ങനെ ഒരു അർത്ഥം കൂടെയുണ്ട്. തുർക്കികളുടെ യൂറോപ്യൻ അധിനിവേശത്തെ നിരന്തരം ചെറുത്തു തോൽപ്പിച്ചതോടെ അയാൾ യൂറോപ്പിലൊരു വീരനായകനായി, തുർക്കിയിൽ വില്ലനും. 6 വർഷത്തിന് ശേഷം ഹംഗേറിയൻ സേനയുമായി നടന്ന യുദ്ധത്തിൽ വ്ലാഡ് മൂന്നാമൻ വധിക്കപ്പെട്ടു. 6 വർഷത്തെ ഭരണം കൊണ്ട് അയാൾ വലാക്കിയയുടെയും യൂറോപ്പിന്റെയും ഗതി തന്നെ മാറ്റിവരച്ചു. ബ്രാം സ്റ്റോക്കർക്ക് ശേഷം ഡ്രാക്കുള പ്രമേയമാക്കി അനേകം പുസ്തകങ്ങളും സിനിമകളും എല്ലാം ഉണ്ടായെങ്കിലും ബ്രാം സ്റ്റോക്കർ തുറന്നുവിട്ട ആ വാമ്പയർ ലോക സാഹിത്യത്തിൽ അനിഷേധ്യമായ ഒരു സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ഇന്നും തുടരുന്നു.